ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ബ്രെഡ് വെച്ചോ ഈസി ആയിട്ടൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ? അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. 4 ബ്രെഡാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പാല്, പഞ്ചസാര, ഏലക്ക എന്നിവയും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് എല്ലാ ബ്രെഡിൻ്റെയും ഓരോ സൈഡ് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഓരോ സൈഡായിട്ട് നമുക്ക് പതിയെ കട്ട് ചെയ്തെടുക്കാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പാൽപ്പൊടി വെച്ചും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മളുടെ ബ്രെഡിൻ്റെ എല്ലാ സൈഡും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ പാലൊഴിച്ച് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി ലൂസാവാൻ ഇടയുണ്ട്. നല്ലവണ്ണം മിക്സ് ആക്കണം. ഇതുപോലെ കുഴച്ചെടുക്കണം. ഇനി ഇത് നമ്മൾക്ക് ചെറിയ ചെറിയ ബോളാക്കി മാറ്റാം. ചെറിയ ചെറിയ ബോളാണ് ഏറ്റവും നല്ലത്. പൊട്ടാതെ, സൈഡ് വശം കീറാതെ വേണം ബോൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ നമ്മളുടെ ഗുലാബ് ജാമുൻ പൊട്ടിപ്പോകും. കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ബോളാക്കാം. ഇതുപോലെ ആക്കിയെടുക്കണം. അടുത്തതും കൂടി ചെയ്യാം. അങ്ങനെ എല്ലാം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഓരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കണം. നല്ലവണ്ണം എണ്ണ ചൂടായതിന് ശേഷം പതിയെ വേണം ഇട്ട് കൊടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ, ഉൾവശം നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടി. ഇതുപോലെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിവശം കരിയാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ലൈനിൽ തയ്യാറാക്കാം. അതിലേക്ക് ഒരു പാൻ എടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര, 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലവണ്ണം ഇളക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മളെടുത്ത ഏലക്ക കൂടി ഇട്ട് കൊടുക്കാം. അതേസമയം നമ്മളുടെ ബോൾസ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മളുടെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ബോൾസ് എല്ലാം. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട്. ലായനി ഒന്നുകൂടെ തയ്യാറാക്കിയെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് ബോൾസിലേക്ക് ലായനി ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ.